അവരുമായിട്ടൊരു കരാറിലെത്തി എന്നുള്ളത് തന്നെ ഇസ്രായേലിൻ്റെ പരാജയമാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ളൊരു വിജയമാണ്. അപ്പോൾ ഇത് ഹമാസിൻ്റെ വിജയമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പല ആളുകളും താഴെ വന്ന് കമൻറ്റ് ചെയ്യും, ഇത്രയാളെ കൊന്നിട്ട് പിന്നെ അങ്ങനെയാണ്. ഇത് ഹമാസിൻ്റെ വിജയമാണ്, ഹമാസിനുള്ള കീഴടങ്ങലാണ് എന്ന് പറയുന്നത് ആരാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്? ഈ നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജെറൂസലേമിലെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് വലിയ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇതാമിർ ബെൻഗവീറിൻ്റെ പാർട്ടിയുണ്ട്, ജൂയിഷ് സ്ട്രെങ്ത് പാർട്ടി, യൊസ്മ യഹൂദിത്ത് എന്ന് പറയുന്ന പാർട്ടി, അതേപോലെ ബെസ്ലൈൽ സ്മോട്രിഷിൻ്റെ പാർട്ടി, റിലീജിയസ് സയനിസം പാർട്ടി. ഈ രണ്ട് പാർട്ടിയും, ബെസ്ലൈലിൻ്റെ പാർട്ടിക്ക് 7 അംഗങ്ങളുണ്ട്, സ്മോട്രിഷിൻ്റെ പാർട്ടിക്ക് 6 MP-മാരുണ്ട്. അപ്പോൾ അവർ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ രാജിവെക്കും, അത് ഹമാസിനുള്ള സറണ്ടറാണ്, രാജിവെക്കും. അവരൊന്നും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, രാജിവെക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ മെമ്പറായുള്ള ഇസത്ത് റിഷ്കിൻ്റെ പേരിലൊരു പ്രസ്താവന ചില മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഖസാം ബ്രിഗേഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഇസ്രായേലിലെ വാർ ക്യാബിനറ്റിനെ ഖസാം പിരിച്ചുവിടുന്ന ദിവസമാണ് ഇന്ന് അദ്ദേഹം പ്രസ്താവിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ, ഇവർ പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മന്ത്രിസഭ തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നോക്കണം, ജെറൂസലേമിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് കരാറിന്ന് പിൻവലിയണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടക്കുകയാണ്. ടെലവീവിൽ കരാർ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടക്കുകയാണ്. ഇസ്രായേലി സൊസൈറ്റിയെയും ഇസ്രായേലി പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ ഒരു യുദ്ധസമയത്ത് ആ യുദ്ധത്തിലിരിക്കുന്ന ഒരു രാജ്യത്തെ സമൂഹത്തെയും പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ 1.5 വർഷത്തിനിടയിൽ ഒരു ലക്ഷ്യവും, സൈനികമായ ഒരു ലക്ഷ്യവും നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രാഷ്ട്രീയമായി നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന 2 സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടാണ്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം ഒരു വീഡിയോ ഷെയർ ചെയ്യാണ്. ജെഫ്രി സാക്സ് എന്ന് പറയുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, എനിക്ക് എക്കണോമിക്സ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഈ ട്രംപ് ഷെയർ ചെയ്യാണ്. ആ വീഡിയോ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡീപ്പ്, ഈ പറയുന്ന നെതന്യാഹുവിനെ കുറിച്ച് പറയാണ്, ഡീപ്പ് ഡാർക്ക് SOB. അത് മുഴുവൻ പറഞ്ഞാൽ യൂട്യൂബ് നമ്മളെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയും. അമേരിക്കയിൽ പറയാൻ പറ്റുന്ന തെറിയുടെ പരമാവധിയാണത്. അപ്പോൾ അവിടുത്തെ അറിയപ്പെട്ടൊരു അക്കാഡമിക് നെതന്യാഹുവിനെ പൂരത്തെറി, പച്ചത്തെറി പറയുന്ന വീഡിയോ ഈ ട്രംപ് ഷെയർ ചെയ്യാണ്. ഇതേ ദിവസം തന്നെയാണ് വേറെ അറ്റ്ലാന്റ കൗൺസിൽ എന്ന് പറയുന്ന അവിടുത്തെ തിങ്ക് ടാങ്ക് നടത്തിയ ഒരു പരിപാടിയിൽ ഈ ആൻ്റണി ബ്ലിങ്കൺ, അവിടുത്തെ സ്റ്റേറ്റ് ഡിഫൻസ് സെക്രട്ടറി പ്രസംഗിക്കുകയാണ്. ഞങ്ങൾ ഇവരോട് കുറേ കാലമായിട്ട് പറഞ്ഞാണ്, ഹമാസിനെ സൈനികമായി ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് ഇസ്രായേലിനോട് ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ അവർക്കത് മനസ്സിലായില്ല. അദ്ദേഹം പറയുന്ന വാചകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലാതെ, ഒരു ബദലില്ലാതെ, ഒരു ക്രെഡിബിൾ പൊളിറ്റിക്കൽ ഹൊറൈസൺ പലസ്തീനികൾക്ക് കൊടുക്കാനില്ലാതെ നമ്മൾ ഹമാസിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് എന്താണ് കാര്യം? ഹമാസ് അല്ലെങ്കിൽ അതേക്കാൾ മാരകമായ ഒരു സംഘം അവിടെ റീഗ്രോ ചെയ്യും എന്ന് മാത്രമല്ല, ഇസ്രായേൽ IDF പിന്മാറുന്നതിനനുസരിച്ച് ഹമാസ് റീഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹമാസിന് എത്ര സൈനികരെ നഷ്ടപ്പെട്ടോ അത്രയും എണ്ണം ന്യൂ റിക്രൂട്ട്സിനെ അവർ വളർത്തിക്കഴിഞ്ഞു, ഇതിനങ്ങ് വളർത്തിക്കഴിഞ്ഞു. ഇത് എന്താണ് ഈ പൊട്ടത്തരം പറയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു തിങ്ക് ടാങ്കിൽ കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാര്യവും നടന്നിട്ടില്ല. നടന്ന കാര്യം എന്താണ്? കുറേ മനുഷ്യരെ കൊന്നു, 45,000 ആളുകളെ കൊന്നു. ലാൻഡ്സെറ്റ് എന്ന് പറയുന്ന മാസിക പറയുന്ന 45,000 എന്നുള്ള കണക്ക് അങ്ങനെ ആവില്ല, ഒരുപക്ഷെ അത് 60,000 വരെ കണക്കാണെന്നുള്ളതാണ്. അവിടുത്തെ സ്കൂളുകൾ തകർത്തു, അവിടുത്തെ അങ്കണവാടികൾ തകർത്തു, ഹോസ്പിറ്റലുകൾ തകർത്തു. 45,000 മനുഷ്യരെ കൊന്നതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. ഇന്ന് ഈ പറയുന്ന ഇന്നലെ ദോഹയിൽ കരാറിലെത്തിയതിന് ശേഷം നടന്ന ആക്രമണത്തിൽ 70 ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ്. ഇങ്ങനെ ഒരു രാജ്യം, ലോകത്തെ സർവായുധങ്ങളും കയ്യിലുള്ളൊരു രാജ്യം, കുറേ അധികം സ്ത്രീകളെ കൊല്ലുക, കുറേ അധികം കുഞ്ഞുങ്ങളെ കൊല്ലുക, കുറേ അധികം നഴ്സറികളും സ്കൂളുകളും തകർക്കുക, ഇത് വലിയ വിജയമാണെന്ന് ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ട്? നോക്കൂ, നമ്മുടെ നാട്ടിലും ആഘോഷിക്കുന്നുണ്ട്. സംഘികൾ ആഘോഷിക്കുന്നുണ്ട്, ക്രിസംഘികൾ ആഘോഷിക്കുന്നുണ്ട്, നാസ്തിക സംഘികൾ ആഘോഷിക്കുന്നുണ്ട്.
സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുക, അതിലിങ്ങനെ ഗരിമ നടിക്കുക, അതിൻ്റെ ഡമ്പ് പറഞ്ഞ് നടക്കുക. ഇതല്ലാതെ ഈ 1.5 വർഷം കൊണ്ട് ഇസ്രായേൽ എന്താണ് നേടിയതെന്ന് വെച്ചാൽ ഒരു ചുക്കും നേടിയിട്ടില്ല. ആ ഒരു ചുക്കും നേടിയിട്ടില്ല എന്നുള്ളതാണ് ഈ കരാറും കാണിക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞതുപോലെ അവർക്ക് സിവിയർ ബ്ലോ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അവർ റീഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞു, അവർ റീഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആൻ്റണി ബ്ലിങ്കൻ പറയുകയാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ നേതാവ് പറയുകയാണ്. നോക്കൂ, അവർക്ക് ഒരുപാട് നേതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പം ആരാണ് ഈ ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗസയിൽ അത് നോക്കുന്നത്? ആരാണ്? മുഹമ്മദ് സിൻവാറാണ്, യഹിയ സിൻവാറിൻ്റെ സഹോദരൻ. ദോഹയിൽ അവരുടെ ലീഡർഷിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അവരെ സംബന്ധിച്ച് യോബ് ഗാലൻ്റ് ഇപ്പോൾ ജോലിയില്ലാതെ നിൽക്കുകയാണ്. നോക്കണം, ഈ ഇസ്രായേൽ സൊസൈറ്റി, ഇസ്രായേലിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഡിവൈഡഡായി നിൽക്കുമ്പോൾ ഈ ഫലസ്തീനി ചെറുത്തുനിൽപ്പ് അവർ നേരത്തേക്കാൾ ഇൻ്റഗ്രേറ്റഡായി നിൽക്കുകയാണ് ലോകത്തെല്ലായിടത്തും. അതാണ് രാഷ്ട്രീയ രംഗത്ത് കാണുന്നത്. ഒരു പക്ഷേ ഫലസ്തീൻ്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധമുള്ള സ്വീകാര്യത ഫലസ്തീൻ കോസിന് ദേശാന്തരീയ തലത്തിൽ ലഭിക്കുകയാണ്. എല്ലാ രംഗത്തും, അത് രാഷ്ട്രീയ രംഗത്താകട്ടെ, നയതന്ത്ര രംഗത്താകട്ടെ, കലയിലാകട്ടെ, സാഹിത്യത്തിലാകട്ടെ, സംഗീതത്തിലാവട്ടെ, ഫലസ്തീൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീമായി വരുന്നു. അമേരിക്കയിൽ നടക്കുന്ന ഫാഷൻ ഷോകളിൽ ഫലസ്തീൻ കഫിയ തീമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മോഡലുകൾ റാമ്പിൽ വരുന്നു. ഈ പറയുന്ന 2023 ഒക്ടോബറിന് ശേഷം ഉണ്ടായിട്ടുള്ള ഫലസ്തീൻ ഇമേജറീസ്, ഇപ്പം ഹമാസിനെ സംബന്ധിച്ച് നോക്കൂ, യഹിയ സിൻവാർ കൊല്ലപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രസ്ഥാനം ഡീമോറലൈസ് ചെയ്യപ്പെടുകയാണ് വേണ്ടത്. പക്ഷേ യഹിയ 1921 ഈ തുർക്കി ഖിലാഫത്ത് തകർക്കപ്പെട്ടതിന് ശേഷം ഒരു പക്ഷേ മുസ്ലിം ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള, ഏറ്റവും ആഘാതശേഷിയുള്ള ഒരു ഇമേജായിട്ട് യഹിയ സിൻവാറിൻ്റെ അവസാന നിമിഷങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു. ഈ പറയുന്ന അബൂ ഉബൈദയുടെ ഒരു വിരൽ പൊക്കിയുള്ള പ്രഭാഷണങ്ങൾ, ആ ഇമേജറി, യഹിയ സിൻവാറിൻ്റെ ഇമേജുകൾ, ഇത് ഈ ഫലസ്തീൻ മൂവ്മെൻറ്റിനെ അതിനെ കൂടുതൽ ചടുലമാക്കുന്നതിൽ, കൂടുതൽ തീവ്രമാക്കുന്നതിൽ, അതിന് കൂടുതൽ ആഘാതശേഷിയും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കുന്നതിലാണ് കലാശിച്ചത്. അപ്പോൾ എന്താണ് ഇസ്രായേൽ നേടിയെന്ന് ചോദിച്ചാൽ, കുറേ മനുഷ്യരെ കൊന്നതിൻ്റെ നാണക്കേട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്ന റാലികളിൽ ഉയർത്തിയ ബാനറുണ്ട്, മിസ്റ്റർ ബൈഡൻ, യുവർ ലെഗസി ഈസ് ജിനോസൈഡ്. അപ്പോൾ ജിനോസൈഡ്, വംശഹത്യ നടത്തിയ ഒരു ലെഗസി പേറുവാൻ ലോകത്തെ 1ാമത്തെ ശക്തിയായുള്ള അമേരിക്കയും അതിൻ്റെ ആശ്രിത രാജ്യമായ ഇസ്രായേലിനെയും അത് സാധിച്ചു എന്നുള്ളതല്ലാതെ ഈ യുദ്ധത്തിലൂടെ ഒന്നും നേടിയിട്ടില്ല. വെടിനിർത്തൽ കരാർ ഞാൻ പൂർണ്ണ ശുഭാപ്തി വിശ്വാസമുള്ള ആളല്ല. ഇസ്രായേൽ പല ന്യായങ്ങളും ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹമാസ് ആവശ്യമില്ലാത്ത ഡിമാൻഡുകൾ വെക്കുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇസ്രായേലി ജയിലിൽ നിന്നും പുറത്തുവിടേണ്ട ഫലസ്തീൻ തടവുകാർ ആരൊക്കെ ആയിരിക്കണമെന്ന് ഹമാസ് പറയുന്നു. അത് വെടിനിർത്തൽ കരാറിന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ക്യാബിനറ്റ് മീറ്റിംഗ് ഡിലേ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണ് സംഭവിക്കാമെന്ന് അറിയില്ല. ഒരു പക്ഷേ വീണ്ടും ഈ തകടം മറഞ്ഞേക്കാം, അതിനുള്ള സാധ്യത എല്ലാം ഉണ്ട്. പക്ഷേ ഈ ദിവസം തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൈനികമായ മൈറ്റ് കൊണ്ട്, സൈനിക ശക്തി കൊണ്ട് ഒരു പ്രസ്ഥാനത്തെയും ഒരു ജനതയും തകർക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം, എന്ന സത്യം 1.5 വർഷത്തെ അസാധാരണമായ നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഗസക്കാർ തെളിയിച്ചിരിക്കുകയാണ്. ഒടിഞ്ഞ ഊന്നുവടിയിൽ നിവർന്നു നിൽക്കാൻ കഴിയുന്ന ജനതയാണ് തങ്ങളെന്ന് അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ പൊരുതി നിൽക്കുമെന്ന് അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ആയുധം കൊണ്ട് ഞങ്ങളുടെ സ്വാതന്ത്ര്യാഭിലാഷത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് ആ ജനത സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.